السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ആദരണീയരും ബഹുമാന്യരുമായ മഹല്ലിലെ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട അനിയന്മാരെ, അനിയത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കണം എന്ന് ആദ്യമേ ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഘോഷിക്കാനായി നൽകിയ രണ്ട് സുദിനങ്ങളിൽ ആഹ്ലാദപൂർവ്വം നമ്മൾ ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാളിന്റെ ഈദ്ഗാഹിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മനസ്സിനകത്ത് ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സകല ഭാവങ്ങളും ഒന്നിച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ വീടുകളിൽ നിന്ന്, വീടകങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിറങ്ങി വന്ന് ഇങ്ങനെ ഒരു മഹാസദസ്സിലിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിലെ മുഴുവൻ ആളുകൾക്കും, നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും, നമ്മുടെ ഈ നാടിനും ഈ മഹല്ലത്തിനും സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളിലൂടെ കടന്നുപോയ 29 ദിവസങ്ങൾക്ക് ശേഷമാണ്. ആ 29 ദിവസങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ ആജ്ഞകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന കുറേയൊക്കെ സംഗതികളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്കായി ഒരുപാട് പുണ്യകർമ്മങ്ങൾ അധികമായി ചെയ്ത് മനസ്സിന്റെ കോണുകളിൽ നിന്ന് വേണ്ടാത്ത ഭാവങ്ങളെയൊക്കെ വെട്ടിമാറ്റി മനസ്സിന്റെ അകത്തളങ്ങളിൽ ആവശ്യമുള്ള കുറെ സ്നേഹവും ദയയും സഹാനുഭൂതിയും ദാനധർമ്മങ്ങളോടുള്ള ആഭിമുഖ്യവും പരക്ഷേമ തൽപരതയും വാരി നിറച്ച് ഒരു നല്ല മനുഷ്യരായി നമുക്ക് മാറാൻ പറ്റും എന്ന് തെളിയിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഭാവി ജീവിതത്തിൽ അതൊരു ശീലമാക്കി മാറ്റണം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് ഉപദേശിക്കുവാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഇതുപോലെ
ഒരു ഈദ്ഗാഹിൽ ഇങ്ങനെ ഇരിക്കുവാൻ നമുക്കും ഭാഗ്യമുണ്ടായി. അടുത്ത ഒരു ഈദ്ഗാഹ് വരുമ്പോ നമ്മിൽ ആരൊക്കെയായിരിക്കും ഇങ്ങനെ ഇരിക്കാനുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുക. കഴിഞ്ഞ ഈദ്ഗാഹിൽ നമ്മളോടൊപ്പമുള്ള പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവരെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ഒരു മാറ്റമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ മാറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അകവും പുറവും ശുദ്ധീകരിക്കുന്ന തലത്തിലായിരുന്നു. അത് ശവ്വാലിന്റെ അമ്പിളി കണ്ടതോടുകൂടി നഷ്ടപ്പെടുത്തരുത് എന്ന് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും നമ്മുടെ ഈമാൻ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ആ ഈമാൻ പുതുക്കാൻ ആവശ്യമായ സംഗതികളാണ് ഓരോ ദിവസവുമുള്ള 5 നമസ്കാരങ്ങളും, ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ പള്ളിയിൽ കൂടുന്ന ജുമുഅ നമസ്കാരങ്ങളും, അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിലും. അതിൽ റമദാൻ മാസത്തിൽ സജീവമായി പങ്കെടുത്ത പോലെ സജീവമായി പങ്കെടുക്കാൻ ശ്രമിക്കണം എന്നെനിക്ക് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. വലാ തകൂനൂ കല്ലതീ നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ എന്ന് വിശുദ്ധ ഖുർആനിൽ അറേബ്യയിൽ ജീവിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്ന ഒരു പെണ്ണിനെ സാക്ഷി നിർത്തിയിട്ട് ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭ്രാന്തി പെണ്ണ്, ആ ഭ്രാന്തി പെണ്ണ് നൂലുകൾ ശക്തമായി കൂട്ടിബന്ധിച്ച് ചെറിയ കയറുകൾ ഉണ്ടാക്കി, നൂലുകൾ ഉണ്ടാക്കി. ആ നൂലുകൾ കൂട്ടിബന്ധിച്ച് ചെറിയ ചെറിയ കയറുകളും പിന്നെ ആ കയറുകൾ ബന്ധിച്ച് വലിയ കയറുമുണ്ടാക്കുന്ന ഒരു ജോലി ചെയ്തിരുന്ന സ്ത്രീ. വൈകുന്നേരമാവുമ്പോ ഈ മുറുക്കി കെട്ടിയ കയറുകളൊക്കെയും പിരിച്ചു കളഞ്ഞ് നമ്മുടെ നാട്ടിലെ കഥാപാത്രത്തെ അനുസ്മരിച്ചാൽ നാറാണത്ത് ഭ്രാന്തന്റെ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ആയിക്കൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും കൽപ്പിക്കുന്നുണ്ട്. 28 ദിവസക്കാലം ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്താൽ അയാളുടെ ഹാബിറ്റാക്കി അത് മാറ്റാൻ പ്രയാസമില്ല. അത് അയാളുടെ ജീവിതത്തിന്റെ ശൈലിയായി മാറുമെന്ന് മനഃശാസ്ത്രം പഠിച്ച ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. 29 ദിനരാത്രങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാത്രം ജീവിച്ചു പോയ മുസൽമാന്മാരായ ആളുകൾക്ക് ഇന്നുള്ള നാടുകളിൽ ഇനിയുള്ള നാടുകളും അതിനാവണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ശവ്വാലിന്റെ അമ്പിളി ഇന്നലെ വൈകുന്നേരം മാനത്ത് തെളിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ആഘോഷം ഇന്നേക്ക് തീരുമാനിക്കുന്നത്. നമ്മൾ റമദാനിലേക്ക് കടന്നു വന്നതും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ മതത്തിന് ഓരോന്നിനും ഓരോ കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ ചര്യയുമാണ് നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നത്. നമ്മളെത്ര വളർന്നാലും നമ്മളെത്ര പുരോഗതി പ്രാപിച്ചാലും നമ്മൾ വലിയവരാണെന്ന് നമുക്ക് തോന്നിയാലും അള്ളാഹുവിന്റെ കിതാബിലെ നിയമങ്ങളോ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസോ നമുക്ക് പോരാത്തതായി തോന്നരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിലേക്ക് എങ്ങനെ കടന്നു വരണം, റമദാനിൽ നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകണം, റമദാനിൽ എപ്പോഴാണ് നിങ്ങൾ അവസാനിക്കുന്നത്, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി എന്ന പച്ചയായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൃത്യമായ നിർദ്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അമ്പിളി കണ്ട ആ നിമിഷം മുതൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മളിങ്ങനെ തക്ബീർ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒരു ആദർശ പ്രഖ്യാപനമാണ്. അല്ലാഹുവേ, നിന്നെക്കാൾ വലിയവനായി ഞങ്ങൾക്കാരുമില്ല. നിന്റെ നിയമങ്ങൾക്ക് മേലെ നിൽക്കുന്ന നിയമങ്ങളില്ല. ഈ പ്രപഞ്ചത്തെ അണ്ടകടാഹങ്ങളെ നിയന്ത്രിക്കുന്ന നിയന്താവായി നീയല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ വണങ്ങുകയുള്ളൂ. താഴ്മയോടുകൂടി അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി നിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പരാതികൾ എല്ലാം മനുഷ്യന്മാരുടെ കഴിവിന്റെ അപ്പുറത്താണെങ്കിൽ പിന്നെ നിന്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുകയുള്ളൂ എന്ന ഒരു പ്രഖ്യാപനമാണത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനം നമുക്ക് നൽകുന്ന വല്ലാത്തൊരു ആനന്ദമുണ്ട്, നമുക്ക് നൽകുന്ന വല്ലാത്തൊരു ഉൾക്കരുത്തുണ്ട്, നമുക്ക് നൽകുന്ന വല്ലാത്തൊരു ദൃഢനിശ്ചയമുണ്ട്. ആ ദൃഢനിശ്ചയം കൈമോശം വന്നു പോകാതെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊരു ആത്മവിശ്വാസമാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നത് ഒരു ആത്മവിശ്വാസമാണ്. കടുത്ത പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഘട്ടങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന ഒരു വികാരത്തോടൊപ്പം നിൽക്കുകയും ആ വികാരത്തോടൊപ്പം അനുയായികളെ നിർത്തുകയും അവർ വലിയ വലിയ ദിഗ്വിജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവേണ്ട ജനവിഭാഗങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നത് അവരുടെ വല്ലാത്തൊരു മന്ത്രമായി ഉണ്ടായി.
ഉണ്ടാവണം. രാജ്യത്ത്, ലോകത്ത് വംശീയതയും വർഗീയതയും കടുത്ത വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കഫം പുടവ പുതുവസ്ത്രമായി അണിയേണ്ടി വരുന്ന കുട്ടികൾ പാലസ്തീനിന്റെ ഒരു ചിത്രമാണെന്ന്. നമ്മുടെ മക്കൾ എന്തുമാത്രം ഭംഗിയിലാണ് പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ഈദ്ഗാഹിലുള്ളത്. പക്ഷേ നമ്മുടെ ആ മക്കൾക്ക് കഫം പുടവയാണ് അവരുടെ പുതുവസ്ത്രം. നമ്മുടെ മക്കൾ മൈലാഞ്ചി അണിഞ്ഞുകൊണ്ട് കൈ ചോപ്പിച്ചു വന്നിരിക്കുന്നു. ചുടുരക്തമാണ് ആ കുട്ടികളുടെ മൈലാഞ്ചിയുടെ നിറമണിയുന്നത്. കണ്ണീരാണ് നമ്മൾ ഇന്ന് പുരട്ടിയ അത്തറിന് പകരം ആ മക്കൾക്കുള്ളത്. അവിടെയുള്ള മാതാപിതാക്കളും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളും അനുഭവിക്കുന്ന കൊടിയ വേദനക്കും പരിഹാരമായി അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസം മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്ന അള്ളാഹുവിന്റെ ഒരു ആശ്വാസ വചനമുണ്ട്. ആ വചനത്തോടൊപ്പമാണ് ആ മക്കളും അവരുടെ മാതാപിതാക്കളും നിൽക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നു. പതറുന്നില്ലവർ, അവർക്ക് ബേജാറില്ല, അവർക്ക് വെപ്രാളമില്ല. സ്വർഗലോകത്തേക്ക് ഓരോരുത്തരെ പറഞ്ഞേക്കുമ്പോ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകളും വന്നു നിൽക്കേണ്ടി വരും എന്നതിന്റെ സൂചനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നപ്പുറത്താണ്. നാളെ നമ്മുടെ വീട്ടുമുറ്റത്തും ഇതേ ഗതി വരില്ല എന്നെന്താണ് ഉറപ്പ്? വരും എന്നതിന്റെ സൂചനകളാണ് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തളങ്ങളിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോവാനാവണം. അല്ലാഹു അക്ബറിൻ നേടിത്തരുന്ന ഈ കരുത്ത് അതുകൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമളാനിന്റെ പരിസമാപ്തിയിലാണല്ലോ നമ്മളുള്ളത്. റമളാൻ നേടിത്തന്ന മൂല്യങ്ങളെ കാറ്റിൽ പറത്തരുത്. നമ്മൾ ഈ ആഘോഷം നമ്മുടെ അകത്തളങ്ങളിൽ വെച്ചല്ല നടത്തുന്നത്. നമ്മൾ ഈ പരപ്പനങ്ങാടിയിലെയും പരിസരത്തെയും മുഴുവൻ ആളുകളെയും വിളിച്ചിരുത്തിയിട്ട് ഈ മുഴുവൻ ആളുകൾക്കും കേൾക്കാവുന്ന രൂപത്തിലാണ് നമ്മൾ ഈദിന്റെ സന്ദേശം നൽകുന്നത്. മുസ്ലിം ഉമ്മത്തിന് ഓരോ ആഴ്ചയും അവരുടെ പള്ളികളിൽ പിടിച്ചിരുത്തി ആ മതപുരോഹിതന്മാരായ ആളുകൾ നൽകുന്ന സന്ദേശം എന്ത് എന്ന് വാർഷിക സന്ദേശത്തിലൂടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കേൾക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വകാര്യമായൊന്നും പറയാനില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗുണം കിട്ടാവുന്ന രൂപത്തിലുള്ള സന്ദേശങ്ങൾ മാത്രമാണ് പള്ളി മെമ്പറുകളിൽ നൽകുന്നത് എന്ന് ഈ സന്ദേശത്തിലൂടെ ആളുകൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ഇതുപോലെ വന്നിരിക്കണം. അങ്ങനെ വന്നിരുന്ന് ഉണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഇവിടെ ആരാധന നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പാടില്ലാത്ത സഹോദരിമാർ പോലും നമ്മുടെ കൂടെയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമസ്കരിക്കാൻ പാടില്ലാത്ത ആളുകളും വരണമെന്ന് അള്ളാഹുവിന്റെ മതം ക്ഷണിച്ചിരിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ ഒത്ത നടുവിൽ നിന്നുകൊണ്ടുള്ള വിശുദ്ധ ജീവിതത്തിനെ പ്രസക്തിയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ മതം പറയുന്നു. അവനവരിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് അവനവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക സംസ്കാരം അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചിട്ടില്ല. അത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള, സാമൂഹിക അംശമുള്ള ആത്മീയ സങ്കല്പം മാത്രമേ ഇസ്ലാമിനുള്ളൂ. അല്ലാത്തതൊന്നും ശരിക്കും പൂർണ്ണമായ ഇസ്ലാമല്ല. പ്രിയപ്പെട്ടവരെ, അതിരുവിടാത്ത ആഘോഷങ്ങളായിരിക്കണം നമ്മൾ ഈദ്ഗാഹിന് ശേഷം ഉണ്ടാക്കേണ്ടത്. എന്നാൽ സന്തോഷം പ്രകടിപ്പിക്കുകയും വേണം. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്. അവർക്ക് ആർമാദിക്കുവാനുമുള്ള ദിവസം തന്നെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് അവിടെ ഇതുപോലെയുള്ള ഒരു സുദിനത്തിൽ അവിടെ കുട്ടികൾ വന്ന് പാട്ടുപാടുമ്പോ ആ പ്രവാചകൻ അവിടെയുണ്ട്, ആയിഷ ബീബി അവിടെയുണ്ട്. ആയിഷ ബീബിയുടെയും പ്രവാചകന്റെയും സാന്നിധ്യത്തിൽ അവർ രണ്ടുപേരും ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, പിശാചിന്റെ കുഴിയിലൂട്ടോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ ഇതുപോലെയുള്ള സൂചനത്തിൽ പ്രവാചക തിരുമേനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരുത്തിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറെ, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ്, എല്ലാ ജനവിഭാഗത്തിനും അവർക്ക് ആഘോഷ സുദിനങ്ങളുണ്ട്. വഹാദാ ഈദുനാ, ഇന്ന് നമ്മുടെ ഈദാണ്. ആ ആഘോഷ സുദിനത്തിൽ
അവർ പാട്ടുപാടട്ടെ, അവർ സന്തോഷിക്കട്ടെ, അവർ ആഹ്ലാദിക്കട്ടെ. പക്ഷേ ആത്മനിയന്ത്രണത്തിന്റെ ചരടുകൾ പൊട്ടിപ്പോവരുത് എന്ന് വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ ഈദ്ഗാഹ് ഒരു സംഗമ ഭൂമിയാണ്. ഇവിടെ മുതിർന്നവരുണ്ട്, ഇവിടെ യുവാക്കളുണ്ട്, ഇവിടെ യുവതികളുണ്ട്, ഇവിടെ കുമാരന്മാരും കുമാരികളുമുണ്ട്, ബാലന്മാരും ബാലികമാരുമുണ്ട്, ശിശുക്കളുണ്ട്. ഇതൊരു വല്ലാത്ത സംഗമ ഭൂമിയാണ്. ഈ ആളുകൾക്കൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം പറയാറുണ്ട് ആളുകൾ. ഇസ്ലാം അത് വകവെക്കുന്നില്ല. നമ്മിൽപ്പെട്ടവനല്ല. ഒരു വീട്ടിൽ, ഒരു നാട്ടിൽ, ഒരു മഹല്ലത്തിൽ പ്രായമേറെയായ ആളുകളും പ്രായം ഏറെ കുറഞ്ഞ ആളുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കുകയും ബഹുമാനിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയില്ലെങ്കിൽ അവിടെ മതം പൂർണ്ണമാകുന്നില്ല എന്ന് നമ്മോട് പഠിപ്പിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ, ഓരോ കുടുംബങ്ങളുമാണ് വന്നിരിക്കുന്നത്. പരപ്പനങ്ങാടി വിശാലമായ മഹല്ലിലെ കുടുംബങ്ങളാണ് ഒട്ടാകെ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആശങ്കയുണ്ട്, പേടിയുണ്ട്, വെപ്രാളമുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് അല്ലാഹു ഏൽപ്പിച്ച കുറെ ഉത്തരവാദിത്തങ്ങൾ ആ വിഷയത്തിലുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ കൈകളിലാണ് ഈ കുഞ്ഞുങ്ങളെ അല്ലാഹു ഏൽപ്പിച്ചത്. നമ്മൾ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. വല്ലാത്തൊരു അമാനത്താണ് പാരന്റ് ആവുക എന്നത്. ശാരീരിക ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയല്ല ഒരു കുഞ്ഞിനെ പോറ്റുക എന്നതിന്റെ ലക്ഷ്യം. അയാൾക്കൊരു മനസ്സുണ്ട്, അയാൾക്ക് വികാരങ്ങളുണ്ട്, അയാൾക്ക് വിചാരങ്ങളുണ്ട്. ആ മനസ്സിൽ ദൈവിക ബോധവും ഇസ്ലാമിക മൂല്യങ്ങളോടുള്ള ബഹുമാനം ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ പിന്നെ ആ കുട്ടികൾ വഴിതെറ്റിപ്പോയിട്ട് പിന്നീട് വിലപിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? നിങ്ങളെല്ലാവരും ഭരണീയരാണ്. എല്ലാവരും തന്റെ കീഴിലുള്ള പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. والرجل في أهله راع وهو مسؤول عن رعيته والمرأة في بيت زوجها راعية وهي مسؤولة عن رعيتها. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലെ രാജ്ഞികളാണ്. നിങ്ങൾക്ക് കീഴിലുള്ള പ്രജകളുണ്ട്, അവിടെ നിങ്ങളുടെ കുട്ടികൾ. ആ കുട്ടികളുടെ മേൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം അല്ലാഹുവിന്റെ മതം നൽകുന്നുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിങ്ങൾ അമ്പെ പരാജയപ്പെട്ടു പോകുന്നു. ആ പരാജയപ്പെട്ടു പോകുന്ന മാതാക്കളുടെ മക്കളാണ് സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നവർ, സമൂഹത്തിൽ പ്രശ്നക്കാരായി വളരുന്നത്. പ്രിയപ്പെട്ട യുവാക്കൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ ഗതിവിധികൾ നിയന്ത്രിച്ച ഒരു കൂട്ടം ആളുകളുടെ പേരാണ്. ചരിത്രത്തിൽ എത്രയോ വലിയ വിപ്ലവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ വിപ്ലവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതും യുവാക്കളായ ആളുകളാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് ഒരു പറ്റം യുവാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു. നിങ്ങൾ പഠിച്ചു ആ കഥ. പ്രവാചകന് കൂടെ നിൽക്കാൻ, പ്രവാചകന്റെ ഇസ്ലാമിന് വേണ്ടി മുമ്പിൽ നിന്നടരാടാൻ, ഇസ്ലാമിനെ വിജയിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ അനുചരന്മാരായി നൽകിയതൊക്കെയും ആ പ്രവാചകന്റെ പ്രായത്തിന്റെ താഴെയുള്ള യുവകോമളന്മാരെയായിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് പഠിച്ചെടുക്കുക. അവരാണ് മക്കയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന് അടിത്തറ പാകിയത്. അവരാണ് ഹിജ്റക്ക് നേതൃത്വം നൽകിയത്. അവരാണ് അഖബയുടെ പിന്നാമ്പുറത്ത് വെച്ച് പ്രവാചകന് വേണ്ടി മദീനക്കാരുമായി സന്ധിയുണ്ടാക്കിയത്. അവരാണ് ബദറിലുള്ളത്, അവരാണ് ഉഹദിലുള്ളത്, അവരാണ് ഖന്തക്കിലുള്ളത്. ഈ മതം നമ്മുടെ കൈകളിലേക്ക് എത്താൻ പൂർവീകരായ നിങ്ങളുടെ സഹോദരങ്ങൾ കാണിച്ച വല്ലാത്തൊരു ആത്മവിശ്വാസവും മിടുക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവുമുണ്ട്. അത് കൈവിടാതെ സൂക്ഷിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ചരിത്രത്തിലെ ഇന്നലകൾ നിങ്ങൾ പരിശോധിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യാഥാർത്ഥ്യം വ്യക്തമാവും. ലഹരിയുടെ പിടിയിലമർന്ന് എന്തും ചെയ്യാൻ അറപ്പില്ലാത്തൊരു കൂട്ടമായി മാറേണ്ടവരല്ല കൗമാരക്കാരായ ആളുകളും യുവാക്കളും എന്ന് ഞാൻ ഉറക്കെ പറയട്ടെ. ഇന്നത്തെ കഥ എന്താണ്? 9-ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ലഹരി ഉപയോഗത്തിന് വേണ്ടി പിടിക്കപ്പെട്ടപ്പോ ആ പെൺകുട്ടി ഉളുപ്പില്ലാതെ പറഞ്ഞത്, ഞാൻ 6-ാം ക്ലാസ് മുതൽ ഈ ഇടപാട് ആരംഭിച്ചിട്ടുണ്ടെന്നാണ്. ഈ കേരളത്തിൽ ക്ലാസ് റൂമുകൾക്കകത്ത്, കലാലയങ്ങൾക്കകത്ത് നിർബാധം ഈ കച്ചവടം നടക്കുന്നു.
വാപ്പക്ക് മകനും മകന് വാപ്പയും, ഉമ്മാക്ക് മകളും മകൾക്കുമ്മയും, രണ്ടുപേരും യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരുമിച്ചിരുന്ന് ലഹരി പങ്കിടുന്ന ഒരു നാട്ടിൽ എന്താണ് നന്മയായി ഉണ്ടാവുക, നന്മയായി അവശേഷിക്കുന്നുണ്ടാവുക? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പേടിയോടുകൂടി ഈ മുസ്ലിം ഉമ്മത്തിനെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ റമളാനിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. ഈ റമളാനിൽ തറാവീഹ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു പയ്യനെ കൈയും കാലും കൂട്ടിക്കെട്ടി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈലിലുണ്ട്. പള്ളിയിൽ നിന്ന് തറാവീഹ് കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് ആ ചെക്കൻ ലഹരി ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മുടെ തറാവീഹുകൾക്ക് ശേഷം എങ്ങോട്ടാണ് ഈ ചെറുപ്പക്കാരുടെ 3ഉം 4ഉം ആളുകൾ ഒരു നിയമവും പാലിക്കാതെ അവരുടെ ബൈക്കിൽ ചീറി പാഞ്ഞി പോകുന്നത്? അതിനൊരു ഓമന പേരുണ്ട്, നൈറ്റ് ലൈഫ് എന്ന്. നൈറ്റ് ലൈഫിന്റെ പേരിൽ നമ്മുടെ ജില്ലയിൽ ചിലയിടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഏതാണ് ഈ ആചാരങ്ങളൊക്കെയും? ഇവിടെ നിന്നാണ് ഇവർക്ക് ഈ വെള്ളം കുടിക്കുവാനുള്ള ത്വരയുണ്ടാവുന്നത്. ആത്മാവ് കുലുക്കി ഗർഭം കലക്കി എന്നൊക്കെ പേരിട്ടുകൊണ്ട് കുടിക്കുന്ന ഈ സർബത്തുകൾ എന്താണ് അവർക്ക് നൽകുന്നത് എന്ന് മാതാപിതാക്കളായ ആളുകൾക്കറിയുമോ? അറിയില്ലെങ്കിൽ ഈ സംഗതികളൊക്കെ കുറിച്ച് കൃത്യവും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട കൗമാരക്കാരായ ആളുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ ബുദ്ധിശേഷിയാണ്. ആ ബുദ്ധിശേഷിക്ക് മുമ്പിലാണ്, ചിന്താശേഷിക്ക് മുമ്പിലാണ് പഠിച്ച് വലുതായി അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് വലിയ വലിയ പദ്ധതികളിലേക്ക് പോവാനും ചൊവ്വയിലേക്ക് എത്താനുമൊക്കെയുള്ള മനുഷ്യന്റെ ഈ കഴിവുണ്ടല്ലോ, ആ കഴിവിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ ആദരണീയായ മലക്കുകൾ സാഷ്ടാംഗം നമിച്ചുപോയത്. ആ ഒരു ബുദ്ധി സാമർത്ഥ്യത്തെ നശിപ്പിക്കരുതേ എന്ന് വളരെ വിനീതമായി സൂചിപ്പിക്കുകയാണ്. അതില്ലെങ്കിൽ പിന്നെ മനുഷ്യരല്ല, ഭ്രാന്തനാണ്. ആ ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പോലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അൽ മജ്നൂൻ ഹത്താ യബ്റ വഅനി നായിം ഹത്താ യസ്തയഖിൽ വഅനി സബി ഹത്താ യഖിൽ. ബുദ്ധിയില്ലാത്ത ഈ 3 ആളുകൾ, ഓർമ്മശേഷിയില്ലാത്ത ഈ 3 കൂട്ടർക്ക് അള്ളാഹുവിന്റെ മതം അവരുടെ ആ മതത്തിന്റെ തെക്ലീഫ് ബാധകമാക്കുന്നില്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുമ്പിൽ നിൽക്കേണ്ടത് പ്രിയപ്പെട്ടവരെ കൗമാരക്കാരായ ആളുകളും യുവാക്കളുമാണ്. ഈ ഈദ്ഗാഹ് ഈ പ്രഭാഷണം അവസാനിക്കുമ്പോ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ മഹാവിപത്തിനെതിരിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ആ പ്രതിജ്ഞയിൽ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ഈ വാക്കുകൾ ഉച്ചരിക്കേണ്ടത് എല്ലാവരുമാണ്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യുവാക്കൾ ഉണ്ടാക്കിയ പോലെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കണം. കഹ്ഫ് എന്ന വാക്കിന് ഷെൽട്ടർ എന്ന് കൂടി അർത്ഥമുണ്ട്. ഏത് ഷെൽട്ടർ? സാംസ്കാരിക ജീർണയിൽ താണുപോയ ഒരു സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചത്. നമുക്കും ഉണ്ടാവണം ചില ഷെൽട്ടറുകൾ. ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ നിങ്ങൾക്കൊരു ഷെൽട്ടർ ഒരുക്കുന്നുണ്ട്. എത്ര പേർക്കറിയാം അങ്ങനെ ഒരു ഷെൽട്ടർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന്? കൂട്ടുകെട്ടുമാണ് വഴിതെറ്റിക്കുന്നത് എന്ന് എല്ലാവർക്കും ആക്ഷേപമുണ്ട്. വൽ മർഅ അലാ ദീനി ഖലീലിഹി എന്ന് പ്രവാചക തിരുമേനി പറയുന്നുണ്ട്. പരലോകത്ത് തന്റെ ഉറ്റ സുഹൃത്ത് ആരാണോ അയാളുടെ കൂടെയായിരിക്കും, അയാളോടൊപ്പമായിരിക്കും ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ നിങ്ങൾ ഉണ്ടാവുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ എത്രമേൽ ആദരിച്ച മറ്റു ഏത് മതങ്ങളാണുള്ളത്? നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, ജനിക്കാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടം നിങ്ങൾക്കുണ്ടായിരുന്നു. പെൺകുട്ടിയാണ് പിറന്നതെങ്കിൽ ആ പെൺകുട്ടിയെ ജനിച്ചതിലുള്ള അപമാന ഭാരം കൊണ്ട് നാട് വിട്ടുപോകുന്ന ആളുകളുടെ ഒരു കാലഘട്ടം. ആ ജാള്യത മറക്കാൻ ആ കുഴിവെട്ടിയിട്ട്, സ്വന്തം കൈകൊണ്ട് കുഴിവെട്ടിയിട്ട് ആ കുഴിയിൽ ആ പെൺകുട്ടിയെ ജീവനോടെ കൊഴിച്ചു മൂടിയിട്ട് സായുജ്യമടഞ്ഞിരുന്ന കിരാതരായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ജനിക്കാനുള്ള അവകാശം വാങ്ങിത്തന്നത് ഈ പരിശുദ്ധ ഖുർആനാണ്. പിന്നെ നിങ്ങളെ ഇങ്ങനെ വളർത്തി താലോലിച്ചു കൊണ്ടുവന്നു. നിങ്ങളുടെ മനസ്സിൽ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പൂവിട്ട് അത് മധുരമോറുന്ന ഫലങ്ങളായി മാറുമ്പോ നിങ്ങൾക്ക് ദീനുള്ള സൽഗുണ സമ്പന്നനായ, നിങ്ങൾ തന്നെ സമ്മതം മൂളുന്ന ഒരാൾക്ക് നിങ്ങളുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയത് ഈ മതമാണ്. അവരോടൊപ്പം ഒരു ആനന്ദ സാമ്രാജ്യം സൃഷ്ടിക്കുകയും ആ ആനന്ദ സാമ്രാജ്യത്തിലെ റാണിയായി നിങ്ങൾ വിലസുകയും ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചതും ഈ മതമാണ്. ഫെമിനിസത്തെ
നരകത്തിന്റെ കുഴലോട്ടുകാർ നിങ്ങളെ വിളിക്കുന്നത് ഒരിക്കലും നല്ലതിലേക്കല്ല. അവർ നിങ്ങളുടെ നാണവും മാനവും വിറ്റുകാശാക്കാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ വിൽക്കാനാണ് ഫെമിനിസം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്ന ഒരു ചൊല്ല് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പെണ്ണെ, നിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നിന്റെ ലജ്ജയാണ്. ആ ലജ്ജ നിന്നിൽ നിന്ന് എടുത്തുകളയാനാണ് പിശാചുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഐക്യത്തിന്റെ സന്ദേശമോദി ഈ ഈദ്ഗാഹ് പിരിയുകയാണ്. ഒരുപാട് സൗഹൃദങ്ങൾ പുതുക്കേണ്ടതുണ്ട്. പൊട്ടിപ്പോയ സൗഹൃദത്തിന്റെ കണ്ണികൾ ഇവിടെ വിളക്കി ചേർക്കേണ്ടതുണ്ട്. ഈ ബോധത്തോടെ എന്നും ജീവിക്കാൻ നമുക്കാവണം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, ഇവരോടൊക്കെയുള്ള ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. പരസ്പരം പ്രാർത്ഥിക്കണം. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ കുറെ മഹാന്മാരായ ആളുകൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ് ഈ ഇശാഅത്തുൽ ഇസ്ലാം സംഘവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളും. പരപ്പനങ്ങാടിയുടെ നവോത്ഥാന നായകരായി കടന്നുപോയ പൂർവികരായ ആളുകളെ ആരെയും മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അവരുടെ ചെയ്തികൾക്ക് അർഹമായ പ്രതിഫലം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് കടുത്ത രോഗങ്ങൾ പേറുന്ന ആളുകൾ, ആ ആളുകൾക്കൊക്കെയും അള്ളാഹുവിനോട് ശിഫയ്ക്ക് വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാനസികമായി ടെൻഷൻ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരിമാരിലാണ് അതിന്റെ എണ്ണം കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പ്രാർത്ഥനയിൽ ആ ആളുകളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ കഥ കേട്ട് ഒരു നെടുവീർപ്പിട്ടത് കൊണ്ട് നമ്മുടെ ബാധ്യത തീരുന്നില്ല. അവർക്ക് വേണ്ടി ഉള്ളൊഴുകി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഗസയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇപ്പോ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ മദ്രസ ഒരു ലോകോത്തര നിലവാരമുള്ള അവസ്ഥയിലേക്ക് പോകണം എന്ന് ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ കുറച്ച് ആളുകൾ അതിനോട് നന്നായി സഹകരിച്ചിട്ടുണ്ട്. വേറെ കുറെ ആളുകൾ സഹകരിക്കാനുള്ള സമയം കാത്തിരിക്കുകയാണ്. സമയമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, വീട്ടിലെ ഓരോ അംഗത്തിന്റെയും കോൺട്രിബ്യൂഷൻ ആ വിഷയത്തിലേക്ക് സ്നേഹത്തോടെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വന്നെത്തണം എന്ന് ഞാൻ വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സ്നേഹത്തോടെ ഒരുമയോടുകൂടി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കാൻ നമുക്കെല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾ അല്ലാഹു സ്നേഹത്തിന്റെ കാഞ്ചന ശൃംഖലകൾ കൊണ്ട് കൂട്ടി ബന്ധിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പകയും വിദ്വേഷവും പോരും കിബറും അസൂയയും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് പടിയിറക്കിയിട്ട് അതിന് പകരം സ്നേഹവും ദയയും സഹാനുഭൂതിയും ആർദ്രതയും ഒക്കെയും പകരം നൽകി നമ്മുടെ മനസ്സുകളെ അല്ലാഹു സുന്ദരമാക്കി തീർക്കുമാറാവട്ടെ. റമളാൻ നൽകിയ ഈമാനിക ചൈതന്യം അടുത്ത റമളാൻ വരെയും പിന്നെ മരണം വരെയും കാത്തു സൂക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകം അനുഗ്രഹം നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന കുടുംബത്തെയും നാടിനെയും നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. എന്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല. ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. تقبل الله منا ومنكم عيد مبارك علينا وعليكم. تقبل الله منا ومنكم عيد مبارك علينا وعليكم. صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام. صمنا أياما
أحلى الأيام يا ربي أعدها كل الأعوام يا ربي أعدها كل الأعوام تقبل الله منا ومنكم عيد مبارك علينا وعليكم 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 صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام يا ربي أعدها كل الأعوام تقبل الله منا ومنكم عيد مبارك علينا وعليكم 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 صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام يا ربي أعدها كل الأعوام تقبل الله منا ومنكم عيد مبارك علينا وعليكم 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 صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام يا ربي أعدها كل الأعوام تقبل الله منا ومنكم عيد مبارك علينا وعليكم 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 صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام يا ربي أعدها كل الأعوام تقبل الله منا ومنكم عيد مبارك علينا وعليكم 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 صمنا أياما أحلى الأيام
يا ربي أعدها كل الأعوام. صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام، يا ربي أعدها كل الأعوام. تقبل الله منا ومنكم عيد مبارك علينا وعليكم. 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 صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام. صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام، يا ربي أعدها كل الأعوام. تقبل الله منا ومنكم عيد مبارك علينا وعليكم. 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 صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام. صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام، يا ربي أعدها كل الأعوام. تقبل الله منا ومنكم عيد مبارك علينا وعليكم. 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 صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام. صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام، يا ربي أعدها كل الأعوام. تقبل الله منا ومنكم عيد مبارك علينا وعليكم. 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 صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام. صمنا أياما أحلى الأيام، يا ربي أعدها كل الأعوام، يا ربي أعدها كل الأعوام. تقبل الله منا ومنكم عيد مبارك علينا وعليكم. تقبل الله منا ومنكم عيد مبارك علينا وعليكم.
تقبل الله منا ومنكم عيد مبارك علينا وعليكم. تقبل الله منا ومنكم عيد مبارك علينا وعليكم. صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام. صمنا أياما أحلى الأيام يا ربي أعدها كل الأعوام. يا ربي أعدها كل الأعوام. تقبل الله منا